എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 23-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസമായ ഏപ്രിൽ 9-ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ച് പൊതു അവധി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറങ്ങി. അന്ന് സംസ്ഥാനത്തെ വാണിജ്യ സ്ഥാപനങ്ങളിലെയും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലെയും എല്ലാ ജീവനക്കാർക്കും ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധിയായിരിക്കും. കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും സംരംഭങ്ങൾക്കും സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ, മറ്റു സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും അവധി ബാധകമായിരിക്കും. ഇത്തരം സ്ഥാപനങ്ങൾ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂട്ടിയിട്ടുള്ള അവധി നൽകണം. നിയോജക മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ദിവസവേതന തൊഴിലാളികൾ, താൽക്കാലിക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കും ശമ്പളത്തോടു കൂടിയുള്ള അവധി അനുവദിക്കണം എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ബാങ്ക് അക്കൗണ്ടുള്ളവർ ഏപ്രിൽ 1 മുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ATM ഇടപാടുകൾ, പിൻവലിക്കൽ പരിധി, സർവീസ് ചാർജുകൾ തുടങ്ങിയവയാണ് ബാങ്കുകളിൽ പുതിയ പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാവാൻ പോകുന്നത്. പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ പ്രധാന മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും. HDFC ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഇങ്ങനെയാണ്. UPI ഉപയോഗിച്ചുള്ള ATM പണം പിൻവലിക്കലിന് ഇനി മുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഇതുവരെ പ്രത്യേക വിഭാഗമായി കണക്കാക്കിയായിരുന്നു UPI വഴിയുള്ള പണം പിൻവലിക്കൽ. ഇനി മുതൽ മാസത്തെ മൊത്തം സൗജന്യ ഇടപാടുകളുടെ പരിധിയിൽ ഇവ ഉൾപ്പെടുത്തും. നിശ്ചിത സൗജന്യ പരിധി കഴിഞ്ഞാൽ ഓരോ ഇടപാടിനും 23 രൂപയും GSTയും ചാർജായി ഈടാക്കും. 5 സൗജന്യ ഇടപാടുകളും മറ്റ് ബാങ്കുകളുടെ ATMകളിൽ മെട്രോ നഗരങ്ങളിൽ 3ഉം അല്ലാത്ത ഇടങ്ങളിൽ 5ഉം സൗജന്യ ഇടപാടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വരുന്ന മാറ്റം ഇങ്ങനെയാണ്. ഡെബിറ്റ് കാർഡുകൾ വഴി പ്രതിദിനം പണം പിൻവലിക്കൽ പരിധി PNB മാറ്റം വരുത്തുകയാണ്. കാർഡിൻ്റെ തരം അനുസരിച്ച് പ്രതിദിനം 50,000 രൂപ മുതൽ 75,000 രൂപ വരെ മാത്രമേ ഇനി പിൻവലിക്കാൻ സാധിക്കൂ. മുമ്പ് 1 ലക്ഷം രൂപ വരെ പിൻവലിക്കാൻ അനുവാദം ഉണ്ടായിരുന്നു. ചില കാർഡുകളുടെ പരിധി സുരക്ഷാ കാരണങ്ങളാൽ കുറച്ചിട്ടുണ്ട്. പണം പിൻവലിക്കാൻ പുതിയ QR കോഡ് സംവിധാനം ജിയോ അവതരിപ്പിച്ചു. ബാങ്കിംഗ് കറസ്പോണ്ടുകൾ വഴി UPI QR കോഡ് സ്കാൻ ചെയ്ത് ഉപഭോക്താക്കൾക്ക് പണം പിൻവലിക്കാം. ഡിജിറ്റൽ ബാങ്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നീക്കം. മറ്റു ബാങ്കുകളുടെ ATM ഉപയോഗിക്കുമ്പോൾ സൗജന്യ പരിധി നിശ്ചയിക്കുന്നത് നഗരങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ്. മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ 3 സൗജന്യ ഇടപാടുകൾ മാത്രമേ ലഭിക്കൂ. കേരളത്തിലെ നഗരങ്ങൾ ഉൾപ്പെടെ മറ്റ് സ്ഥലങ്ങളിൽ 5 സൗജന്യ ഇടപാടുകൾ വരെ ലഭിക്കും. പല ബാങ്കുകൾക്കും അവരുടെ ഡെബിറ്റ് കാർഡുകളുടെ വാർഷിക പേയ്മെൻറ്റ് ചാർജ് ഏപ്രിൽ 1 മുതൽ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. സാധാരണയായി 150 മുതൽ 500 രൂപ വരെയാണ് ചാർജ് ഈടാക്കുന്നത്. പ്രീമിയം കാർഡുകൾക്ക് ചാർജ് വീണ്ടും കൂടും. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ്: വിമാനയാത്രകൾക്ക് ചിലവേറും. ആഭ്യന്തര വിമാന ടിക്കറ്റുകൾക്ക് ഉണ്ടായിരുന്ന നിയന്ത്രണം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. നാളെ മുതൽ ടിക്കറ്റ് നിരക്കിൽ വൻ വർധനവുണ്ടാകും എന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് ഇലക്ഷന് മുമ്പ് 2 മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് നമ്മൾ നേരത്തെ നിങ്ങളെ കാണിച്ചിരുന്നു. 2-ാം തീയതി ഇറങ്ങിയിട്ടുള്ള ഉത്തരവ് വെബ്സൈറ്റിൽ വന്ന ഉടനെ തന്നെ നിങ്ങളെ അത് അറിയിച്ചിരുന്നു. പെൻഷൻ ഇലക്ഷന് മുമ്പ് 2 ഉറപ്പായും ഉണ്ടാകും, 3 സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ അതേ ഡേറ്റിൽ തന്നെ, അതായത് നമ്മൾ ഈ മാർച്ച് മാസം തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു 25-ാം തീയതി മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന്. ഏപ്രിൽ മാസം ആദ്യവും ഉണ്ടാകും എന്ന്. അപ്പോൾ ഈ 2 പെൻഷനും മാർച്ച് മാസത്തിൽ തന്നെയാണ് വിതരണം ആരംഭിക്കുന്നത്. മാർച്ച് 25-ാം തീയതി ബുധനാഴ്ച മുതൽ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണവും മാർച്ച് 31-ാം തീയതി മുതൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണവുമാണ് ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ച 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കും പതിവ് പോലെ എത്തിച്ചേരുന്നതാണ്. 2 പെൻഷൻ വിതരണം എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ ഗ്യാപ്പിലാണ് ഈ ഒരു പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. കയ്യിൽ മിക്കവാറും പല ആളുകൾക്കും ഒരുമിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം വിതരണം ചെയ്യുന്ന ആളുകൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത് 2ാമത്തെ പെൻഷൻ നേരത്തെ ലഭിക്കുകയാണ് എങ്കിൽ 2ഉം ഒരുമിച്ച് വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട്.
ബാങ്ക് അക്കൗണ്ടിൽ വിതരണം ചെയ്ത് 2 ദിവസത്തിന് ശേഷമാണ് സാധാരണഗതിയിൽ കയ്യിൽ വിതരണം ആരംഭിക്കാറുള്ളത്. എന്തായാലും ഇലക്ഷൻ നടക്കുന്ന ഏപ്രിൽ 9 മുമ്പ് 4000 രൂപ 2 തവണകളായിട്ട് എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലും കയ്യിലും എത്തിച്ചേരുന്നതാണ്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതാണ്. മാർച്ച് 25-ാം തീയതി വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ്. 2000 എത്തുമ്പോൾ കേന്ദ്ര വിഹിതം, ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ, ഇന്ദിരാഗാന്ധി വിധവ പെൻഷൻ ഇവയൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് 300, 200, 500ന്റെ കുറവുണ്ടാകും. ആ ഒരു തുക 4-5 ദിവസത്തിനുള്ളിൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. പതിവ് പോലെ സംസ്ഥാന സർക്കാർ അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുക മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ ഇത് 1 വർഷത്തിലധികമായിട്ട് ഈ ഒരു തുക തരുന്നില്ല. മുൻകൂറായിട്ട് സംസ്ഥാന സർക്കാർ തന്നെയാണ് ആ ഒരു തുക നൽകുന്നത് എങ്കിലും വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരം ഇല്ലാത്തത് കൊണ്ടാണ് ഈ തുക ഇത്രയും ദിവസം താമസിച്ച് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീ സുരക്ഷാ പെൻഷൻ 2 ഗഡുക്കൾ വിതരണം ചെയ്തു. അതായത് ഫെബ്രുവരി മാസത്തിൽ അപേക്ഷിച്ചിട്ടും ലഭിക്കാത്ത ആളുകൾക്കുള്ള 2ാം ഘട്ട വിതരണവും മാർച്ച് മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കൂടി 2000 രൂപ അങ്ങനെയുള്ളവർക്ക് വിതരണം ചെയ്തപ്പോൾ ആദ്യം ഫെബ്രുവരിയിൽ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് മാർച്ച് മാസത്തേത് വിതരണം ചെയ്തിട്ടുണ്ട്. ഇനി ഏപ്രിൽ മാസത്തേത് ഇലക്ഷന് മുമ്പ് വിതരണം ഉണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ അത് ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. മറ്റൊന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷന്റെ കാര്യമാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉടൻ എത്തിച്ചേരും. കുടിശ്ശിക ഉണ്ട് എന്നാണ് അറിയുന്നത്. മുഴുവൻ കുടിശ്ശികയും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും 10-ൽ കൂടുതൽ കുടിശ്ശിക ഉറപ്പാണ് എന്നുള്ളതാണ് വിവരം. അപ്പോൾ 18 മാസത്തേതാണ് ലഭിക്കാനുള്ളത്. അത് മുഴുവൻ ലഭിക്കുകയാണെങ്കിൽ 18,600 രൂപയോളം ഓരോ ആളുകൾക്കും എത്തിച്ചേരുന്നതാണ്. 1,600 വെച്ച് തന്നെയാണ് ഇപ്പോഴും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്യുന്നത്. പ്രവാസി പെൻഷനും തീർച്ചയായിട്ടും മുടങ്ങുന്നുണ്ട്. അതും ഈ ഇലക്ഷന് മുമ്പ് മാക്സിമം ലഭിക്കുന്നതാണ്. പിന്നെ ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ, മറ്റ് സഹായങ്ങളെല്ലാം ഉടനെ എത്തിച്ചേരുന്നതാണ്. ഇതൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്ക് ബൈ.